നെതന്യാഹു ഒരു കള്ള രാജ്യസ്നേഹിയല്ല എന്ന് കേരളത്തിലെ രാജ്യസ്നേഹി എന്ന് അഭിനയിച്ച് ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്ന മലയാളികൾ മനസ്സിലാക്കണം. നെതന്യാഹുവിന്റെ പാരമ്പര്യം അറിയാത്ത ഓരോ മലയാളിയും വെറുതെ കുരയ്ക്കും. കാരണം അവർക്ക് ചോറിങ്ങും കൂറുമറ്റു പലയിടത്തുമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ വിട്ട് ഗ്രീസിലേക്ക് ഓടിപ്പോയി എന്ന വാർത്ത നൽകിയ ഒരു മലയാളം ചാനൽ. ഈ ചാനലിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ജിബി എന്നാണ്. ഇത്തരമൊരു കള്ളവാർത്ത രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ നെതന്യാഹുവിനെതിരെ പ്രചരിപ്പിച്ചത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ് എന്നാണ് ജിബി പറയുന്നത്. 1976 ബന്ദികളായി പിടിക്കപ്പെട്ട 102 ഇസ്രായേലികളെ രക്ഷിക്കാനായുള്ള ഓപ്പറേഷൻ എൻഡബയിൽ പങ്കെടുത്ത് ജീവൻ ബലിയർപ്പിച്ച വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജ്യേഷ്ഠൻ യോനാഥൻ നെതന്യാഹു. ഇസ്രായേലിന്റെ തന്നെ യുദ്ധ ഹീറോ ആയാണ് ഇദ്ദേഹത്തെ ഇതുവരെയും കണക്കാക്കുന്നത്. ഇസ്രായേലി ബന്ദികളായ 102 പേരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു എങ്കിലും ആ യുദ്ധത്തിൽ പട്ടാളക്കാരനായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹു മരിച്ചു. ഉഗാണ്ടയിലെ എൻഡബയിൽ ഇസ്രായേലിന്റെ വിമാനം പലസ്തീനിലെ ഒരു ഭീകര സംഘടനയുടെ പ്രവർത്തകരും ജർമ്മനിയിലെ ഒരു ഭീകര സംഘടനയും ചേർന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഈ വിമാനം ഭീകരർ ഇറക്കിയത് ഉഗാണ്ടയിലെ എൻഡബയിലാണ്. അന്ന് ഉഗാണ്ട ഭരിച്ചിരുന്നത് ഈദി അമീൻ എന്ന ഏകാധിപതി. ഈദി അമീനും പലസ്തീൻ അനുകൂലിയാണ്. ഈ വിമാനത്തിലെ യാത്രക്കാരായിരുന്ന 102 ഇസ്രായേലികളെയാണ് ഭീകരർ ബന്ദികളാക്കിയത്. കൂസലില്ലാതെ ഇസ്രായേലിന്റെ പ്രത്യേക സൈനികർ പുറപ്പെട്ടു. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജ്യേഷ്ഠൻ യോനാഥൻ നെതന്യാഹുവും ഉണ്ടായിരുന്നു. ഉഗാണ്ടയിലേക്ക് 4 വിമാനങ്ങളിലായി പുറപ്പെട്ട ഇസ്രായേൽ സൈനിക സംഘം മുഴുവൻ ഭീകരരെയും വധിച്ച് 102 ഇസ്രായേലികളെയും മോചിപ്പിച്ചു. പക്ഷേ ഈ ആക്ഷനിൽ യോനാഥൻ നെതന്യാഹു കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലുള്ള വ്യക്തിയാണ് ബെഞ്ചമിൻ നെതന്യാഹു. നെതന്യാഹു യുദ്ധകളത്തിൽ മരണം വരിക്കുകയല്ലാതെ ഒരിക്കലും ഒളിച്ചോടുകയില്ല എന്ന് സകല ഇസ്രായേലികൾക്കും അറിയാം. മുഴുവൻ ഇസ്രായേലികളുടെയും ആത്മാഭിമാനത്തെയാണ് കേരളത്തിലെ ഒരു ചാനൽ ചോദ്യം ചെയ്തത് എന്നും ജിബി പറയുന്നു. ഈ വ്യാജ വാർത്ത കേട്ട് കേരളത്തിൽ നിന്നും വീട്ടുകാർ അവരുടെ ഇസ്രായേലിലുള്ള മക്കളോട് രാജ്യത്തിന്റെ നാഥനില്ലാത്ത ഇസ്രായേലിൽ നിന്നും തിരിച്ചു വരൂ എന്നാണ് ഫോണിൽ വിളിച്ചു പറയുന്നത് എന്നും ജിബി പറയുന്നു. ഇസ്രായേലിന്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും കുടുംബ ചരിത്രം അറിയുന്നവർ, ഇസ്രായേലിന്റെ ചരിത്രം അറിയുന്നവർ ഇത്ര വില കുറഞ്ഞ ഒരു നുണവാർത്ത സൃഷ്ടിക്കില്ല എന്നാണ് ജിബിയുടെ വിമർശനം. ഇറാൻകാരെ ആക്രമണം പേടിച്ച് ബെഞ്ചമിൻ നെതന്യാഹു ഗ്രീസിലെ ഏതൻസിലേക്ക് ഓടിപ്പോയി എന്നാണ് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്. ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ കാലം നയിച്ച പ്രധാനമന്ത്രിയാണ് നെതന്യാഹു. നെതന്യാഹു ചോദ്യം ചെയ്യപ്പെടാനാവാത്ത സൈനിക ശക്തിയാണ് എന്നത് തർക്കമില്ലാത്ത കാര്യം. അക്രമോത്സുകനായ, വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനല്ലാത്ത, കടുത്ത നിലപാടുകളുള്ള നേതാവിന്റെ ചിത്രം മധ്യേഷ്യയുടെ ഭൂമിശാസ്ത്രം മാറ്റിവരച്ച കർക്കശക്കാരുടേത് കൂടിയാണ്. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെ ആക്രമിക്കും മുമ്പ് അവരെ ആക്രമിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇന്ന് ഇസ്രായേലിന്റെ സൈനിക നടപടികളുടെ അടിസ്ഥാന തത്വം. ബിബി എന്ന ചുരുക്കപ്പേരുള്ള നെതന്യാഹുവിന്റെ കാഴ്ചപ്പാടിൽ ശക്തിയുണ്ടെങ്കിലേ ശക്തർക്ക് മാത്രമേ അതിജീവിക്കാനാവൂ. ആ കാഴ്ചപ്പാടിനെ തൽക്കാലത്തേക്കെങ്കിലും ശരിവെക്കുന്നവയാണ് മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന കാഴ്ചകൾ. തന്റെ ഇഷ്ടത്തിന് മധ്യപൂർവേഷ്യയുടെ ഭൗമരാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുന്ന തിരക്കിലായിരുന്നു നെതന്യാഹു. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും അടിത്തറ തകർത്തു. നിത്യശത്രുവായ ഇറാനെ ശയ്യാവലംബിയാക്കുകയും ചെയ്ത ശേഷവും ജൂതരാഷ്ട്രത്തിന്റെ കലി അടങ്ങാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മനസ്സിൽ വിജയം എന്ന വാക്കല്ലാതെ കീഴടങ്ങൽ എന്ന നിലപാടിന് സ്ഥാനമില്ലാത്ത നെതന്യാഹു തന്നെയാണ് കാരണം. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ 1949 ഒക്ടോബർ 21 ബെഞ്ചമിൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ബെൻസിയോൻ നെതന്യാഹു ചരിത്രകാരനും ജൂതരാഷ്ട്ര സംഘടനാ പ്രവർത്തകനും ആയിരുന്നു. 1963 പിതാവ് അമേരിക്കയിൽ അധ്യാപക ജോലി സ്വീകരിച്ചു. അതോടെ കുടുംബം അവിടേക്ക് ചേക്കേറി. 1967 തിരിച്ചെത്തി. ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ചേർന്നു. സൈറത്ത് മടക്കൽ എന്ന പ്രത്യേക സൈനിക വിഭാഗത്തിൽ പ്രവർത്തിക്കവേ നിരവധി ദൗത്യങ്ങളിൽ പങ്കെടുത്തു. 1972 ടെൽ അവീവ് വിമാനത്താവളത്തിൽ ഹൈജാക്ക് ചെയ്ത വിമാനത്തെ രക്ഷിക്കുന്ന ഓപ്പറേഷനിൽ അടക്കം സൈനിക സേവനത്തിലൂടെ ലഭിച്ച ആദരവും സാമൂഹിക അംഗീകാരവും അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. അമേരിക്കയിലേക്ക് തിരിച്ചുപോയി ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഹാർവാർഡ് എന്നിവിടങ്ങളിലും പഠിച്ചു. MIT-യിൽ പഠിക്കുന്നതിനിടെ ഇടവേളയെടുത്ത് 1973 യോം കിപ്പർ യുദ്ധത്തിൽ പങ്കെടുത്തു. ജ്യേഷ്ഠ സഹോദരൻ സൈറത്ത് മടക്കലിൽ കമാൻഡറായിരുന്ന യോനാഥൻ നെതന്യാഹു 1976 എൻഡബെ ഓപ്പറേഷൻ നയിക്കുന്നതിനിടെയാണ് കൊല്ലപ്പെടുന്നത്. യുഗാണ്ടയിൽ പലസ്തീൻ ഭീകര തടവിലാക്കിയിരുന്ന 102 ബന്ദികളെ മോചിപ്പിച്ച ധീരമായ നടപടിക്കിടെ ജ്യേഷ്ഠൻ മരിച്ച സംഭവവും ബെഞ്ചമിന്റെ നിലപാടുകളുടെ കാഠിന്യമേറ്റാൻ കാരണമായി. 1978 നാട്ടിൽ തിരിച്ചെത്തിയ ബെഞ്ചമിൻ യോനാഥൻ നെതന്യാഹു ഭീകരവിരുദ്ധ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലേക്കുള്ള തുടക്കം ഇതായിരുന്നു. 80കളിൽ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി. 1984 മുതൽ 88 വരെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിന്റെ അംബാസഡർ ആയിരിക്കെ തന്റെ രാജ്യത്തിന്റെ നിലപാടുകൾ അതിശക്തമായി അവതരിപ്പിക്കുന്നത് വഴി അദ്ദേഹം ലോക ശ്രദ്ധ ആകർഷിച്ചു. 1988 അദ്ദേഹം ലിക്വിഡ് പാർട്ടിയിൽ ചേർന്ന് പാർലമെന്റ് അംഗം ആവുന്നത്. ആ വർഷം തന്നെ ഉപമന്ത്രിയുമായി.
നേതാവുമായി. പാർട്ടിക്കുള്ളിൽ അതിവേഗം വളർന്ന അദ്ദേഹം 1993 ലിക്വിഡ് പാർട്ടി അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നേതാവുമായി 1993 പലസ്തീനും ഇസ്രയേലും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിനെ ശക്തിയായി നെതന്യാഹു എതിർത്തത് ശ്രദ്ധിക്കപ്പെട്ടു. 1996 46-ാം വയസ്സിൽ നെതന്യാഹു രാജ്യത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി. പരിചയസമ്പന്നനായ പ്രധാനമന്ത്രി ഷിമോൺ പെരസിനെയാണ് അന്ന് അദ്ദേഹം തോൽപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.